എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായാൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. എല്ലാ സത്യങ്ങളും അച്യുതൻ ഒരു നാൾ പറയുമെന്ന് കരുതി ഭവാനി അച്യുതനെ കൊലപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ ഭൂമിയുടെ അമ്മ ജയിലിലാവുന്നുണ്ട്. അച്യുതനെ കൊന്ന പേരിലാണ് നമ്മുടെ ഭൂമിയുടെ അമ്മയെ ഭവാനി ജയിലിലാക്കുന്നുണ്ട്. അച്യുതനെ കൊലപ്പെടുത്തിയത് ഭൂമിജയുടെ അമ്മയാണ് എന്ന രീതിയിലാണ് ജയിലിലാക്കിയത് കൊടുത്തിരിക്കുന്നതും. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മുടെ ഭൂമിയുടെ വിവാഹം നടക്കുന്നത്. ഇതിനു മുന്നേ തന്നെ അച്യുതൻ കാര്യം അജയോട് പറയുന്നുണ്ട്. അച്യുതൻ അജയോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭവാനിയുടെ കയ്യിൽ നിന്നും എന്റെ മകളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ അജയോട് അച്യുതൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ അജയ് ഈ ഭൂമിയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അജയ് ആണെങ്കിൽ അച്യുതൻ മരിച്ചുവല്ലോ, അപ്പോ അതിന്റെ പേരിലാണ് നമ്മുടെ ഭൂമിജയുടെ അമ്മ ജയിലിൽ കിടക്കുന്നത്. അതിന്റെ കേസ് അന്വേഷണത്തിന് വേണ്ടി വിജയ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം നമ്മുടെ ഭൂമിജ ഭയങ്കര കരച്ചിലാണ്. നമ്മുടെ ഭൂമിജ പൊട്ടിക്കരയുവാണ്. എന്നിട്ട് അജയോട് പറയുവാണ്, സാർ എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ രക്ഷിക്കണം. എന്റെ അമ്മ ഒരിക്കലും എന്റെ അച്ഛനെ കൊല്ലത്തില്ല. അച്ഛന് ട്യൂമർ ആയിരുന്നു. അച്ഛന്റെ സർജറി നടത്താനുള്ള തത്രപ്പാടിലായിരുന്നു ഞാനും അമ്മയും. പക്ഷേ അച്ഛനെ അതിനു മുന്നേ തന്നെ കൊന്നുകളഞ്ഞല്ലോ. എനിക്ക് ഒത്തിരി കാശിന്റെ ആവശ്യമായിരുന്നു. ആ സമയം തന്നെ പറയുവാണ് അജയ്, എങ്കിൽ ആ രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നിന്റെ അമ്മയെ നിന്ന് പുറത്തിറക്കാമെന്ന് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റിന് വേണ്ടി ഭൂമി കാണാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുവാണ്, ഇങ്ങനെ ഒരു രോഗം അച്യുതന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയുവാണ്. ഇത് ഭവാനിയുടെ കളിയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു കഴിഞ്ഞു. അതിലും ഒരു പ്രശ്നവുമില്ല. രോഗമായിട്ട് ഒരിടത്തും എഴുതിയിട്ടുമില്ല. തെളിവുകളെല്ലാം തന്നെ ഭൂമിയുടെ അമ്മയ്ക്ക് എതിരായിരുന്നു. എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അച്ഛനെ കൊല്ലാൻ അമ്മയ്ക്കാകത്തില്ല. ഭൂമിക്ക് അറിയാം. പക്ഷേ തെളിവുകളെല്ലാം അമ്മയ്ക്കെതിരായിരുന്നു. അങ്ങനെ അജയ് ആ വീട്ടിലേക്ക് പോകുമ്പോൾ പറയുവാണ്, അച്ഛന്റെ റൂം ഒന്ന് പരിശോധിക്കണമെന്ന്. അച്ഛന്റെ റൂം പരിശോധിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കയറുമ്പോൾ അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അജയ് വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ആൽബം അജയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അജയ് ആ ആൽബം മറിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഭൂമിജയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന അഭിരാമിയുടെ ഫോട്ടോയും ഈ ആൽബത്തിലെ ഫോട്ടോയും ഒന്നാണല്ലോ എന്ന് അജയ് എന്ന് ചിന്തിച്ചു. ഈ സമയം തന്നെ അജയ് ഭൂമിയോട് ചോദിക്കുവാണ്, ഇതാരാ? അതേ സമയം തന്നെ ഭൂമി പറയുവാണ്, ഇത് സാറ് കണ്ടില്ലേ, അച്ഛൻ എന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സമയം തന്നെ അജയ് പറയുവാണ്, ഭൂമിയുടെ വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഇതിലും ചെറുപ്പത്തിലെ ഫോട്ടോ ഒന്നും ഇല്ല. പ്രായം മുതലുള്ള ഫോട്ടോയെ എന്റെ കയ്യിലുള്ളൂ. ആ ഫോട്ടോ അത്ഭുതത്തോടെ തന്നെ അജയ് നോക്കുന്നുണ്ട്. എന്നിട്ട് തിരികെ ആ ആൽബം അവിടെ ഇരുന്നിടത്ത് തന്നെ വെക്കുന്നുണ്ട്. ഭൂമി അറിയാതെ തന്നെ അതിലൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ അജയ് പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അജയ് വീട്ടിലേക്ക് എത്തിയിട്ട് സത്യദാസിനെ ഈ ഫോട്ടോ കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയിട്ട് അജയ് സത്യദാസിനോട് സംസാരിക്കുന്നുണ്ട്. വലിയച്ഛ, എനിക്കൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുണ്ട്. അച്യുതനും കുടുംബവും ഈ നാട്ടുകാരല്ല. ഭൂമിക്ക് ഒരു 3 വയസ്സുള്ളപ്പോഴാണ് അവർ ഈ നാട്ടിലേക്ക് എത്തിയത്. അച്യുതൻ നേരത്തെ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. പിന്നെ വലിയച്ഛൻ ഒരു കാര്യം കണ്ടാല് ഞെട്ടിപ്പോകും. കയ്യിലുള്ള ഫോട്ടോ എടുത്ത് സത്യദാസിനെ കാണിക്കുന്നുണ്ട്. ഈ സമയം തന്നെ സത്യദാസ് പറയുവാണ്, ഇത് എന്റെ മകൾ അഭിരാമിയല്ലേ? ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അച്യുതന്റെ കയ്യിലിരിക്കുന്നത് അഭിരാമിയാണ്. പക്ഷെ ഇപ്പോ ഇത് ഭൂമിയാണെന്ന് സംശയമുണ്ട്. ഇത് ഭൂമിയുടെ ഫോട്ടോ തന്നെയാണ്. സമയത്ത് സത്യദാസ് ചോദിക്കുവാണ്, അപ്പോ ഭൂമി എന്റെ മകൾ അഭിരാമിയാണോ? സമയത്ത് അജയ് പറയുവാണ്, സംശയിക്കണം. അച്യുതൻ ആ നാട് വിട്ടിട്ട് ഇവിടേക്ക് വന്ന് താമസിക്കുന്നത് എന്തോ കാര്യത്തിന് വേണ്ടിയായിരിക്കുമല്ലോ. എന്തോ ഭയന്നിട്ടായിരിക്കണം. എന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ അച്ഛനിൽ നിന്ന് നമുക്ക് ഈ രഹസ്യങ്ങൾ അറിയാലോ. ആ സമയത്ത് അജയ് പറയുവാണ്, അച്യുതൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഭൂമിയുടെ അമ്മയാണെങ്കിലോ ജയിലിൽ. വേറെ മക്കളും ഇല്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമി അവർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയതായിരിക്കാം. അങ്ങനെ ഈ രഹസ്യം അറിയാൻ വേണ്ടി നമ്മുടെ അജയും സത്യദാസും ജയിലിലേക്ക് പോകുന്നുണ്ട്. ഭൂമിയുടെ അമ്മയെ കാണാൻ വേണ്ടി. ഭൂമിയുടെ അമ്മയെ കണ്ട് സംസാരിക്കുവാണ്, ഞങ്ങൾക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. നിങ്ങളെ ഏതു വിധേനയും ഞങ്ങൾ രക്ഷിക്കും. പിന്നെ അച്യുതനെ കൊല്ലാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ഒരേ ഒരു കാര്യത്തിന് മറുപടി പറയണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ. ഭൂമിയുടെ അമ്മ ഒരു ഞെട്ടലോടെ അവരെ നോക്കുന്നുണ്ട്. ഭൂമിയുടെ അമ്മയെ അവർ ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണുന്നതും ഭൂമിയുടെ അമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. അമ്മ പറയുവാണ്, ഇതേ എന്റെ മകൾ ഭൂമിയാ. സത്യദാസ് ചോദിക്കുവാണ്, നിങ്ങളാണോ ഇവളെ പ്രസവിച്ചത്? ആ സമയത്ത് ഒരു ഞെട്ടലോടെ കേട്ടു നിൽക്കുവാണ്, ഒന്നും പറയാനാവാതെ വിജയുടെ അമ്മ. സത്യദാസ് പറയുവാണ്, നിങ്ങൾ സത്യം പറയണം. ഞങ്ങളൊരു അന്വേഷണത്തിലാണ്. ഞങ്ങൾ സത്യം മാത്രമേ ഞങ്ങളോട് പറയാളൂ. ഞങ്ങൾ ഈ രഹസ്യം ആരോടും പറയില്ല. ഈ സമയം തന്നെ
കണ്ണു നിറഞ്ഞിട്ട് ഭൂമിജയുടെ അമ്മ പറയുവാണ്, ഇതൊരു വലിയ കഥയാണ് സാർ. അത് ഞാൻ അച്യുതനായിട്ട് വാക്കു കൊടുത്തതാണ്. ഇക്കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന് സമയത്ത് സത്യദാസ് പറയുവാണ്, ഇപ്പോൾ ഇല്ലല്ലോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ഒന്ന് പറയൂ ഞങ്ങളോടെന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കൽ അച്യുതനേട്ടൻ ഓട്ടം കഴിഞ്ഞ് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് അവര് പറയും, ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല. ഈ കുട്ടിയെ കളയാൻ കഴിഞ്ഞില്ല സാറേ. ഞങ്ങൾ അങ്ങനെ വളർത്തി അവളെ. മക്കളില്ലാത്ത ഞങ്ങൾക്ക് അവൾ ഒരു നല്ല മകളായി. ആ മകളെ കളയാൻ വേണ്ടി അച്യുതനേട്ടന്റെ അക്കൗണ്ടിലേക്ക് അവർ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. അതിനുശേഷം കുട്ടിയെ കൊന്നുകളയാൻ പറഞ്ഞു. അവര് കൊന്നുകളയുന്ന ആ വീഡിയോ അവർക്ക് വേണമെന്ന് പറഞ്ഞു. അച്യുതൻ അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തെന്നാ പറഞ്ഞത്. പക്ഷേ ഈ മോളെ കണ്ടാൽ ആർക്കാ കൊല്ലാൻ കഴിയുക? ഞങ്ങളുടെ സ്വന്തം മകളായിട്ട് അവളെ വളർത്തി. കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞു. എന്നിട്ട് രാത്രി തന്നെ ആ നാട് വിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. അതാ ഉണ്ടായത്. ഈ സമയം തന്നെ സത്യദാസിനും അജയ്ക്കും മനസ്സിലാകുന്നുണ്ട്, ഭൂമിജ എന്ന് പറയുന്നത് നമ്മുടെ അഭിരാമി തന്നെയാണ്. അതേ സമയം തന്നെ നമ്മുടെ ഭൂമിജയെ വിവാഹം അജയ്ക്ക് യാതൊരു മടിയും ഇല്ല. അങ്ങനെ സത്യദാസും നമ്മുടെ അജയും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഭൂമിജ സത്യദാസിന്റെ സ്വന്തം മകൾ അഭിരാമി തന്നെയാണെന്നുള്ള സത്യം അവർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.